എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ ഞാൻ പുറത്തെ ജോലികൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. ഇത് നമ്മുടെ ടെറസിൻ്റെ മുകളിലുള്ള ചെണ്ടുമല്ലിച്ചെടികളായിരുന്നു. ഇത് മുറ്റത്തേക്ക് വെച്ചിട്ട് കുറേയായി. ചെടിച്ചട്ടിയിലായതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റുമല്ലോ. പിന്നെ ഇതിൽ വളപ്പൊടിയും ചാണകവും ചകിരിച്ചോറൊക്കെ അല്ലേ നിറച്ചത്. അപ്പോൾ നമുക്ക് ഒരൊറ്റ വലിക്ക് തന്നെ ഈസി ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റി. കുറേ ആളുകൾ എന്നോട് ഇതിൻ്റെ വിത്തൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. ഒരിക്കലും ഇത് മുളപ്പിക്കാൻ പറ്റില്ല, കാരണം ഇത് ഹൈബ്രിഡ് തൈ ആയതുകൊണ്ട് ഇതിൻ്റെ വിത്ത് നമുക്ക് മുളപ്പിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ ഇതിൽ നിന്ന് കമ്പ് മുറിച്ച് നട്ടിട്ട് നമുക്ക് പുതിയ ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഇത് നമ്മുടെ വീടിൻ്റെ മുൻവശത്തുള്ള ഭാഗം കേട്ടോ. അതിൻ്റെ മുൻവശത്ത് കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. ആ റോഡിലൂടെ എല്ലാ വാഹനങ്ങളും പോകും കേട്ടോ. പിന്നെ ഞാൻ ഈ ചെടിയുടെ സൈഡ് ഭാഗത്തുള്ള മണ്ണൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് നമുക്ക് അടുത്ത കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. പിന്നെ ഇത് നടാനും ഈസി ആയിരിക്കും. ചെറിയ കുഴികളാക്കിയിട്ട് നട്ടാൽ പെട്ടെന്ന് നടാൻ പറ്റും. മറ്റത് വലിയ കുഴികളാക്കി മാറ്റിയാലേ ഇത് അയക്കി വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ മണ്ണിന് നല്ല ക്ഷാമമുള്ള സ്ഥലമാണ്. ക്ഷാമം വെച്ചാൽ ഇഷ്ടംമാതിരി മണ്ണുണ്ട്, പക്ഷേ കല്ലില്ലാത്ത മണ്ണല്ല, നിറയെ കല്ലും പാറ കഷ്ണങ്ങളുള്ള മണ്ണാണ്. ഇവിടെ ചെങ്കൽ കോറികളൊക്കെ ഉള്ള സ്ഥലമാണ്. നമ്മുടെ പറമ്പിലൊക്കെ കല്ല് വെട്ടിയിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് മണ്ണിന്. പിന്നെ നല്ല മണ്ണ് കിട്ടാൻ ഞങ്ങൾ വാങ്ങാറാണ് കേട്ടോ പതിവ്. നമുക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ ഗ്രോ ബാഗിലൊക്കെ നിറയ്ക്കണമെങ്കിൽ നല്ല കല്ലില്ലാത്ത മണ്ണ് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ മണ്ണ് വാങ്ങാറാണ് പതിവ്. ഇത് വേർതിരിച്ചെടുക്കാൻ കുറച്ച് പ്രയാസം കേട്ടോ, കാരണം നിറയെ കല്ലായിരിക്കും. കല്ലും മണ്ണും മാറ്റിയെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. പിന്നെ മഴക്കാലത്തല്ലാതെ ഇവിടെ കൊത്തിയാൽ പറ്റില്ല കേട്ടോ. നല്ലോണം മണ്ണ് ഇളക്കുള്ള സമയത്ത് മഴക്കാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ ഈ എല്ലാ ചെടികളും നട്ടു കേട്ടോ. ഇതിൻ്റെ ആയുസ് തീരുമ്പോൾ വരെ നമുക്കിങ്ങനെ മുറ്റത്ത് ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ. അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ നശിപ്പിക്കാതെ നട്ടുപിടിപ്പിക്കുന്നത്. പിന്നെ കുറച്ച് കരിയില ശേഖരിക്കാനാട്ടോ ഞാൻ പോയത്. നമ്മുടെ പറമ്പിൽ ഇഷ്ടംമാതിരി മരങ്ങളുണ്ട്, അതുകൊണ്ട് കരിയിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. ഞാനിതുപോലെ ചാക്കിൽ നിറച്ചിട്ട് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കാറാണ് പതിവ്. പിന്നെ നമുക്ക് എന്തും നടാൻ വേണ്ടിയിട്ട് അപ്പം പിടിച്ച് കരിയില പെറുക്കാൻ പോകണ്ടല്ലോ. അതുപോലെ തേക്കിൻ്റെ ഇലയാണെച്ചെങ്കിൽ നമുക്ക് കുറച്ച് ഇല എടുക്കുമ്പോൾ തന്നെ ചാക്ക് നിറയും. പിന്നെ 2 ദിവസം നല്ല മഴ ആയതുകൊണ്ട് ഇലകളൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടി. അപ്പം പെറുക്കിയെടുക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ കിട്ടിയ സമയത്തൊക്കെ ഞാനിതുപോലെ മണ്ണ് വളവും ചകിരിച്ചോറും എല്ലാം ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ പാത്രത്തിൽ നിറച്ച് വെക്കുക കേട്ടോ പതിവ്. എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എന്തും നട്ട് പിടിപ്പിക്കാമല്ലോ. പിന്നെ ഞാൻ കുറച്ച് കമ്പം നട്ടിരുന്നു കേട്ടോ. അതൊക്കെ വിളവെടുക്കേണ്ട സമയമായി. അധികം മൂത്ത് പോയാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതൊരു ഹാർഡായിരിക്കും നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ. ഇപ്പോൾ അതിന് പറ്റിയ സമയമാണ്. എല്ലാ വർഷം പറമ്പിലാട്ടോ ഇതൊക്കെ നടല്. ഇപ്രാവശ്യം ഞാൻ ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. പരീക്ഷണം വിജയിച്ചു. പക്ഷേ ഇത് ഇങ്ങനെയല്ല നടേണ്ടിയിരുന്നത്. ഇത് ഒരു പാത്രത്തിൽ ഒരു തൈ വീതം നട്ടാൽ നമുക്ക് വലിയ കായ പറിച്ചെടുക്കാൻ പറ്റിയിരുന്നു. ഇത് ഞാൻ എല്ലാ പാത്രത്തിലും 2 വീതമാണ് നട്ടത്. അതുകൊണ്ട് കായയുടെ വലിപ്പം കുറഞ്ഞു പോയി. എന്നാലും കുഴപ്പമില്ല, ഇതൊക്കെ നമുക്ക് ഒരു സന്തോഷമല്ലേ. ചിലരൊക്കെ വിചാരിക്കൂലേ എത്ര കഷ്ടപ്പാടാണ് ഇതൊക്കെ നട്ടുപിടിപ്പിക്കാനും പിന്നെ അതിന് വളം ഇടാനും നനയ്ക്കാനും ഒക്കെ വിചാരിക്കണവരുണ്ടാവും. പക്ഷേ ഇതൊക്കെ പൈസ കൊടുത്താൽ നമുക്ക് കടയിൽ നിന്ന് ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടും. പക്ഷേ ഇതുപോലൊരു സംതൃപ്തി നമുക്ക് ഒരിക്കലും അത് കിട്ടില്ലല്ലേ. നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും നമ്മൾ നട്ടാൽ. പറിച്ചെടുക്കാൻ ഒരാളും കൂടി സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത് എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ മോളാണ്. അവൾക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് വീഡിയോ ഒക്കെ എടുത്തിരുന്നത് അവളാണ്. അങ്ങനെ എല്ലാം പറിച്ചു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വേറെ പച്ചക്കറികളൊക്കെ പറിക്കാം. ടെറസിൻ്റെ മുകളിലേക്ക് കയറുമ്പോഴാണ് ഇതൊക്കെ പറിക്കാറ്. ഒരു ചെരങ്ങയുണ്ട്, അധികം വലിപ്പമൊന്നുമില്ല. പിന്നെ ഒരു കൈപ്പങ്ങ, പിന്നെ കുറച്ച് നിത്യവഴുതനങ്ങ. ഇത് ഞാൻ ആദ്യമായിട്ടാട്ടോ ഇവിടെ നടുന്നത്. അതുമ്പോൾ ഇഷ്ടം പോലെ കായ ഉണ്ടാവും. പിന്നെ തോരൻ വെച്ചാലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
ഒരിക്കലും ഇതിൻ്റെ കായ തീരില്ല എന്നാണ് പറയണത്. അങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കും. അത് പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ ഇതിൻ്റെ വിത്ത് വാങ്ങിയിട്ട് നട്ടത്. പിന്നെ നമ്മുടെ ആദ്യത്തെ തക്കാളി ചെടി ഇപ്പോഴും കായ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനൊക്കെ ഉള്ള കായ ഇങ്ങനെ കിട്ടും. പിന്നെ സാലഡ് കുക്കുംബർ കേട്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമുക്ക് നട്ടാൽ പെട്ടെന്ന് തന്നെ കായ തരും. അതുകൊണ്ട് നടാനൊരു സന്തോഷമാണ്. പെട്ടെന്ന് കായ തരുമല്ലോ. അങ്ങനെയല്ലേ ചില ചെടികൾ നമ്മൾ നടുമ്പോഴേക്ക് തന്നെ പൂ തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ കുറച്ച് ആമര കേട്ടോ, കുറ്റിയാമരയാണ് ഇത്. അത് പടരില്ല, ഇഷ്ടം പോലെ കായ ഉണ്ടാവും. അങ്ങനെ ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞു കേട്ടോ. ഇത്ര കുറച്ച് കിട്ടിയാലും ഇതൊരു സന്തോഷം തന്നെയാണ്. ഇപ്പം ഞാൻ അധികം കടയിൽ നിന്നും പച്ചക്കറി വാങ്ങാറില്ല കേട്ടോ. ഒരുവിധം പച്ചക്കറിയൊക്കെ ടെറസിൻ്റെ മുകളിൽ ഉണ്ടാക്കുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ ഇങ്ങനെ കിട്ടും. വാങ്ങാൻ തോന്നില്ല കടയിൽ ചെന്നാൽ. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്താ അറിയോ, അധികം പൈസ കൊടുത്തിട്ട് നമ്മൾ കീടനാശിനി അടിച്ച പച്ചക്കറികൾ വാങ്ങണേക്കാട്ടും നല്ലത് ഇതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കണം.